പണ്ട് പണ്ട് ബേബിലോണിലെ ഒരു നഗരത്തിൽ അടുത്തടുത്ത് 2 വീടുകളുണ്ടായിരുന്നു. അതിലൊരു വീട്ടിൽ യുവാവായ പിരമസ് താമസിച്ചിരുന്നു. അടുത്തതിൽ യുവതിയായ തിസ്ബിയും. അടുത്തടുത്ത് വീടുകളായിരുന്നെങ്കിലും അവരുടെ മാതാപിതാക്കൾ എപ്പോഴും ശത്രുതയിലായിരുന്നു. തിസ്ബേ, ഇപ്പൊ തന്നെ അകത്ത് വരൂ. മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിപരീതമായി തിസ്ബിയും പിരമസും സുഹൃത്തുക്കളായി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവരുടെ സൗഹൃദവും ആഹ്ലാദത്തിലുള്ളതായി. ഒരുമിച്ചുണ്ടാകാനുള്ള എല്ലാ അവസരവും അവർ ഉപയോഗിച്ചു. ഹേയ്, പതിയെ. എന്താ കാര്യം? എന്നെ പിടിക്കാൻ പറ്റാത്തത്ര പ്രായമായോ? പിരമേസ്, പിരമേസ്. കിട്ടി. എന്നോട് ക്ഷമിക്കൂ, ഞാൻ അല്ല, ശരിക്കും അത് ഞാനായിരുന്നു. എന്ത്? ഇല്ല ഇല്ല ഇല്ല, അത് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോണം. എനിക്കും. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ വരാം. ആരെങ്കിലും നമ്മളെ ഒരുമിച്ച് കാണും. ഇല്ല, നീ ശരിയാ. ഞാൻ ഈ വഴിയെ പോകാം. നാളെ പുഴക്കരയിൽ കാണാം. ശരി. തിസ്ബി, ഗുഡ് ബൈ. മണ്ട, അവളോട് പറയാതെ എന്തിനാ വെറുതെ സമയം കളഞ്ഞത്? ഞാൻ ശരിക്കൊരു വിഡ്ഢി തന്നെ. ഞാനൊരു വിഡ്ഢിയാണ്. എന്നെ ചുറ്റിയാണ് അവനവിടെ നിന്നത്. ആ കൂടെ ഞാൻ അവനെ നോക്കി പറഞ്ഞത് ഒന്നുമില്ല ഗുഡ് ബൈ അല്ലാതെ. ഗുഡ് ബൈ. എങ്ങനെ ഞാൻ ആഗ്രഹിക്കും ആ ഇരുണ്ട ഏകാന്തനായ വാക്കിനെ ഞങ്ങൾ പറയരുതെന്ന്. ഓ പിരമീസ്. ഓ തിസ്ബി, ആ നിമിഷം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഹൃദയം പറഞ്ഞത് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ, എങ്ങനെ ഞാൻ നിന്നിലേക്ക് ഓടിയെത്തും? ഒരിക്കൽ കൂടെ നിന്റെ കൈകൊണ്ട് എന്നെ പിടിക്കാനായി, പിന്നീട് ഒരിക്കലും വേർപിരിയാതിരിക്കാൻ. നാളെ എന്റെ അനുഭവം അവനോട് പറയണം. നാളെ ഞാൻ അവളെ നോക്കി എന്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നാളെ. അടുത്ത ദിവസം തിസ്ബി പിരമസ് വരുന്നത് കാത്ത് എന്നത്തെയും പോലെ പുഴക്കരയിൽ നിന്നു. എന്താണ് പറയേണ്ടതെന്ന് അവൾ പരിശീലിച്ചു. നോക്കൂ പിരമസ്, എനിക്ക് ചില കാര്യങ്ങൾ ഇല്ല, ഒരുപാട് നാളുകളായി നിന്നോട് പറയാനായി ഒരു കാര്യമുണ്ട് പിരമീസ്. ആണോ? എന്താണത്? പിരമീസ്, തിസ്ബി, പിരമീസ് സഹായിക്കൂ. തിസ്ബി, ഓ ഇല്ല. പിരമീസ്, പിരമീസ്, ഞാൻ തിസ്ബി, ഞാൻ ഒരുപാട് നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് പിരമീസ്. എനിക്കും നിന്നെ ഇഷ്ടമാണ് തിസ്ബി. പ്രണയത്തിന്റെ തീവ്രതയിൽ മുഴുകി പിരമസും തിസ്ബിയും മാർക്കറ്റിലൂടെ ഓടി. ഇന്നെങ്കിലും പിരമസും തിസ്ബിയും അവരുടെ തോന്നൽ സമൂഹത്തിൽ തുറന്നു കാട്ടി. അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവർ ചിന്തിച്ചില്ല. ആ ദിവസം ലോകം മുഴുവനും അത്ഭുതവും ആവേശവുമായിരുന്നു. എല്ലാം ഒരിക്കൽ കൂടി പുതുമയുള്ളതായി. സ്നേഹത്തോടെയുള്ള ഒരു നിസ്സാര ബന്ധം നിരോധിക്കപ്പെട്ട തിളക്കമായി മാറി. ആ ദിവസം സന്ധ്യയായപ്പോൾ പിരമസും തിസ്ബിയും തങ്ങളുടെ പ്രണയം വീട്ടിലറിയിക്കാൻ തീരുമാനിച്ചു.
ഈ ചെറുക്കനുമായി നീ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞു തരാമോ? സർ, ദയവായി നിങ്ങളുടെ മകളെ വഴക്ക് പറയരുത്. നീ എന്നോട് പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. നീ ചെറിയ എന്ത്? നിന്റെ മകനെ എന്റെ മകളിൽ നിന്നും ദൂരെ മാറ്റി നിർത്തണം. തിസ്ബി, അകത്ത് പോകൂ. പക്ഷേ അച്ഛാ. സർ, ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാനുമില്ല. അച്ഛാ, ദയവായി. ഇല്ല പിരമിസ്, ഇനി നീ ഒന്നും പറയണ്ട. അകത്ത് പോകൂ. നീയും അകത്തേക്ക് പോ. ഇനി സ്നേഹത്തെക്കുറിച്ചോ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഒന്നും പറയേണ്ടതായിട്ടില്ല. തീർച്ചയായും ഞാൻ ഒരിക്കലും എന്റെ കുടുംബ പേരിനൊപ്പം അവരുടേത് കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര ധൈര്യമുണ്ട് നിനക്ക്? അടുത്ത ദിവസം തിസ്ബിയോട് സംസാരിക്കാനായി ഫിറമസ് പുറത്ത് കാത്തിരുന്നു. പക്ഷെ അവളുടെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ചന്തയിൽ നോക്കി. കാട്ടിൽ അവരുടെ രഹസ്യ സ്ഥലത്തും നോക്കി. പക്ഷെ അവളെ എങ്ങും കണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഫിറമസ് അവളെ കാണാനായി കൂടുതൽ ആഗ്രഹിച്ചു. പക്ഷെ സാധിച്ചില്ല. പതിയെ അവൻ കീഴടങ്ങി. പക്ഷികൾ പോലും എന്റെ രൂപത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ അവർ എനിക്ക് വിശ്രമം നൽകും. ഒരു പാവം ഹൃദയം തകർന്ന ആത്മാവെ. കുറച്ച് നാടകീയമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? തിസ്ബി, എവിടെയാണ്? എവിടെ? നമ്മുടെ പൂന്തോട്ടങ്ങളെ പിരിക്കുന്ന മതിലിനടുത്ത് വരൂ. നിന്റെ മുന്നിൽ തന്നെ ആ ശബ്ദത്തെ പിന്തുടരൂ. തിസ്ബി, നമ്മുടെ വീട്ടുകാർ ഇതറിയാതെ നോക്കണം. ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു. ഞാൻ നിന്നെയും നീ എന്നെയും മറന്നു എന്നോർത്താണ് എന്റെ വീട്ടുകാർ എന്നെ ഇവിടേക്ക് വിട്ടത്. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത്? നമ്മൾ ഒന്നിച്ച് എവിടേക്കെങ്കിലും പോകുമെന്നവർ പേടിക്കുന്നു. പക്ഷെ എന്തിനാ അവർ അങ്ങനെ ചിന്തിക്കുന്നു? പിരമേസ്, അത് തന്നെ. എന്തു തന്നെ? നമുക്ക് ഒരുമിച്ച് ഓടിപ്പോകാം. അതോടെ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് സ്വീകരിക്കല്ലാതെ വേറെ മാർഗമില്ല. നീ കാര്യമായിട്ടാണോ? അതേപറ്റി ഒരു നിമിഷം ആലോചിക്കേ. ഞാൻ നിന്റെ അച്ഛന്റെ മരുമകനാകും. പിന്നെ നീ എന്റെ അച്ഛന്റെ മരുമകളും. പിന്നെ നമ്മൾ കാണുന്നത് അവർക്ക് തടയാനാവില്ല. കാരണം നമ്മൾ കുടുംബമായില്ലേ. അത് തന്നെ. തിസ്ബി, എന്റെ പ്രിയേ. അതെ പിരമീസ്. എന്റെ ജീവിതം നിന്നോടൊപ്പം ചിലവഴിക്കണം എനിക്ക്. പിന്നീട് വരുന്നതെല്ലാം നിനക്കൊപ്പം, നിന്നോട് മാത്രം. തിസ്ബി, നീ എന്നെ വിവാഹം ചെയ്യുമോ? തീർച്ചയായും. തിസ്ബി, എനിക്കിപ്പോൾ പോകണം. നാളെ കാണാം. നിന്റെ വീട്ടുകാർ ഉറങ്ങിയതിന് ശേഷം നമുക്കിവിടെ തന്നെ. ഞാൻ വരും. 1000 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും. ഇനിയും 1000 വർഷം ഞാൻ കാത്തിരിക്കും. തിസ്ബി, വരുന്നു അച്ഛാ. പോകട്ടെ എന്റെ പ്രിയതമ. ശരി പ്രിയേ. അടുത്ത ദിവസം ഫിറമസ് തന്റെ ഓരോ ചുവടും ചാടി നിന്നു. മുഖത്തൊരു പുഞ്ചിരിയും. അവൻ അറിയാവുന്നത് മറ്റാർക്കും അറിയില്ലല്ലോ. ആ രാത്രി മുതൽ അവനും അവന്റെ പ്രണയവും ഒന്നിക്കാൻ പോകുന്നു. അന്ന് വൈകുന്നേരം ഫിറമസ് പൂന്തോട്ടത്തിൽ ചുവരിനരികിൽ പോയി നിന്നു, തിസ്ബീനെ കാത്ത്. തിസ്ബി, നീ അവിടെ ഉണ്ടോ? തിസ്ബി, ക്ഷമിക്കൂ, ഞാൻ വൈകി. നീ പോകാൻ തയ്യാറാണോ? അതെ, എനിക്ക് നമ്മൾ ചെയ്യുന്ന വിശ്വസിക്കാനാവുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ. ഒരിക്കലും നീ ഉണരാൻ പോകില്ലാത്ത ഒന്നുപോലെ. ശരി, പുഴക്കരയിലെ ആ പഴയ മൽബരി മരത്തിനടുത്ത് കാണാം. കാണാനോ? നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്? ഇതാണ് സുരക്ഷിതമായത്. നീ ആദ്യം പോ, പിന്നെ ഞാൻ കുറച്ച് നിമിഷത്തിനുള്ളിൽ അവിടെ എത്താം. ശരി, നിനക്കുറപ്പാണെങ്കിൽ? എനിക്കുറപ്പാണ്. എനിക്ക് വിശ്വാസമാണ്. ആരെ വിശ്വാസമാണെന്ന്? അതൊന്നുമില്ല അച്ഛാ. ഈ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് നീ സംസാരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇതെന്റെ രാത്രിയിലെ പ്രാർത്ഥനയാണ്. അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിൽ ഞാൻ നിർത്താം. ഇല്ല, അത് കുഴപ്പമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് നൈറ്റ് അച്ഛാ. അത് വളരെ അടുത്തായിരുന്നു. നീ ഇപ്പൊ തന്നെ പൊക്കോളൂ. ഇത് പിടിക്കൂ. നീ ഇത് ധരിച്ചാൽ ആരും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല.
നല്ല ആശയം. ഓക്കെ, ഞാൻ തയ്യാറാണ്. നമുക്ക് മൽബരി മരത്തിനടുത്ത് കാണാം. ഒരുപാട് താമസിക്കരുത്. ഇല്ല. തിസ്ബി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെയും. തിസ്ബി വേഗം നഗരവഴികൾ കടന്നു. തിരിച്ചറിയാതിരിക്കാൻ വളരെ ശ്രമിച്ചുകൊണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ പറഞ്ഞ സ്ഥലത്ത് അവൾ എത്തി. ഓ പിരമേസ്, എന്റെ പ്രിയപ്പെട്ടവനെ, വേഗം വരൂ പിരമേസ്. പെട്ടെന്ന് ഒരു സിംഹം ഇരുട്ടിൽ നിന്ന് വന്നു. അതിന്റെ വായിൽ ഒരു മുയൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് തിസ്ബിനെ തുറിച്ചു നോക്കി. തിസ്ബി കാട്ടിലൂടെ ഓടി ഒരു ഗുഹക്കരികിലെത്തി. വേറെ എവിടേക്കും പോകാനാവാതെ അവൾ അതിനുള്ളിൽ കയറി വലിയൊരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു. ഓ പിരമേസ്, നീ എവിടെയാണ്? പക്ഷെ സിംഹത്തിന് തിസ്ബിയിൽ ഒരു ആഗ്രഹവുമില്ലായിരുന്നു. പക്ഷെ ആഹാരം പൂർത്തിയാക്കാൻ മാത്രം. അത് കളിക്കാൻ വന്നതായിരുന്നു. പിരമസ് വരുന്നത് വരെയെങ്കിലും അവൻ വരാൻ താമസിച്ചു. എന്നോട് ക്ഷമിക്കൂ, ഞാൻ വൈകി. എന്റെ പ്രിയെ, ഞാൻ ഓടുകയായിരുന്നു. തിസ്ബി, അവൾക്ക് മുന്നേ ഇവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ. എവിടേക്കാണ് അവൾ പോയത്? തിസ്ബി, എവിടെയാണ് നീ? ഒരു സിംഹം? തിസ്ബി, ഇപ്പോഴും ചൂടുണ്ട്. പിരമസ് പസലിന്റെ ഓരോ ഭാഗവും ഒരുമിച്ച് വെക്കാൻ തുടങ്ങി. കുറെ കൂടുതൽ പേടിപ്പിക്കുന്നതായി അത്. പിരമേസ്, ഇത് നീയായിരുന്നു പ്രിയനെ? ഓ ഇല്ല, ഞാൻ വരാൻ വൈകിയത് എന്റെ തിസ്ബിയുടെ ജീവൻ എടുക്കുകയായിരുന്നു. എന്റെ തെറ്റ് കാരണമാണ് നീ നിന്റെ അവസാനം കണ്ടത്. പ്രിയേ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഓ, ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? മരണത്തിലെങ്കിലും എന്റെ തിസ്ബിയെ ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ. ഈ രാത്രി ഇനി എന്തധികം സംഭവിക്കാനാണ്? ഈ രാത്രിയിൽ തന്നെ എന്റെ പ്രണയവും വേർപെട്ടുപോയി. ഞാൻ നിനക്കായി തിരികെ വരും എന്റെ പ്രിയതമേ, എന്റെ തിസ്ബി. അത് പോയി, ഇനി എന്റെ പ്രിയനടുത്തേക്ക്. തിസ്ബി സിംഹത്തിന്റെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ച് കാട്ടിലൂടെ മൽബറി മരത്തിനടുത്തേക്ക് ഓടി. അടുക്കും തോറും അവളുടെ ചുവടുകൾ വേഗതയോടെയും ഉറപ്പുള്ളതുമായി. പിരമേസ്, നീ എവിടെയാണ് എന്റെ പ്രിയനെ? പിരമേസ്, തണുപ്പോ? ഓ, നല്ല തണുപ്പ്. ഓ, എന്താണ് ഇവിടെ നടന്നത്? നീ എന്തിനാണ് ഇത് ചെയ്തത്? നീ ചിന്തിച്ചോ, ആ സിംഹം എന്നെ കൊന്നുകളഞ്ഞുവെന്ന്? ജീവിതം എന്നോടൊപ്പം ഇല്ലെന്നോർത്ത് നിങ്ങൾ എന്നോടൊപ്പം ചേരാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ഇവിടെയാണ് പിരമേസ്. തിരികെ വരൂ, ദയവായി തിരികെ വരൂ. ദയവേത് നീ തിരിച്ചു വരൂ, ദയവേത്. നിനക്ക് എന്നിലേക്ക് വരാൻ സാധിക്കില്ലെങ്കിൽ ഞാൻ നിന്നിലേക്ക് വരാം. ഞാൻ വരാം എന്റെ പ്രിയതമ, ഞാൻ വരാം. അങ്ങനെ അടുത്തതായി വിധി പോലെ ഇരുവരും ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒന്നിച്ചു ചേർന്നു. അവർ അവിടെ കിടന്നപ്പോൾ അവരുടെ രക്തം മണ്ണിൽ ഒന്നിച്ചു ചേർന്നു. മൽബരി മരത്തിന്റെ വേരുകളെ കുളിപ്പിച്ചുകൊണ്ട് ഇരുണ്ടതും കയ്പുള്ളതുമായ അതിന്റെ പഴം ചുവന്നതും മധുരിക്കുന്നതുമായി മാറി. അത് യഥാർത്ഥ പ്രണയത്തിന്റെ അടയാളമായി നിലനിൽക്കുന്നു.
ഈ ദിവസം വരെ പ്രണയത്തിന്റെ അതീതമായ ജീവിതം സമർപ്പിച്ച പിരമസിന്റെയും തിസ്ബിയുടെയും ഓർമ്മയുടെ സ്മാരകമായി മൽബരി മരം ഇപ്പോഴും നിലനിൽക്കുന്നു.